കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ചൊവ്വാഴ്ച രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ യോഗത്തിന് നിർദ്ദേശം നൽകി. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ച യോഗത്തിന് ശേഷം ഇതാദ്യമായാണ് വീണ്ടും സിൻഡിക്കേറ്റ് ചേരുന്നത്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ഉണ്ട്. ഹാൻസ്, ഏറ്റവും ഒടുവിലായി ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലുണ്ടായ നാടകീയ സംഭവവികാസങ്ങൾ നമ്മൾ കണ്ടതാണ്. നാളെയും അത് പ്രതീക്ഷിക്കാമോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, ഏറെ അനിശ്ചിതത്വങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചിരിക്കുകയാണ്. ഈ വരുന്ന ചൊവ്വാഴ്ച അഥവാ സെപ്റ്റംബർ 2-നാണ് സിൻഡിക്കേറ്റ് യോഗം. സർവകലാശാല ആസ്ഥാനത്ത് വെച്ചിട്ടാണ്. പക്ഷേ ഈ യോഗത്തിന്റെ അജണ്ട എന്തൊക്കെയാണെന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. യോഗത്തിന് മുന്നോടിയായി അജണ്ട നൽകും എന്നുള്ള വിവരമാണ് വൈസ് ചാൻസലറുടെ ഓഫീസിൽ നിന്ന് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം രജിസ്ട്രാർ ഇൻചാർജ് ആയിട്ടുള്ള മിനി കാപ്പനാണ് ഈ സിൻഡിക്കേറ്റ് യോഗത്തിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യോഗം ചട്ടവിരുദ്ധമാണെന്നാണ് എടുത്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടക്കം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കാരണം രജിസ്ട്രാറുടെ പദവിയില്ലാത്ത ഒരു വ്യക്തി അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ നോട്ടീസ് ഇറക്കുന്നത് ചട്ടലംഘനമാണ്. കൂടാതെ വൈസ് ചാൻസലർ ആയിട്ടുള്ള മോഹനൻ കുന്നുമ്മേൽ ചട്ടവിരുദ്ധമായിട്ടാണ് ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. 2 മാസ കാലാവധി ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. സർവകലാശാല VC-യുടെ ഈ നടപടി തെറ്റാണെന്ന് അടക്കം ചൂണ്ടിക്കാണിച്ചാണ് എടുത്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യോഗം നടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷെ അതേസമയം യോഗം നടക്കുകയാണെങ്കിൽ വലിയ കോലാഹലങ്ങൾക്കായിരിക്കും കേരള സർവകലാശാല വീണ്ടും സാക്ഷ്യം വഹിക്കുന്നത്. അഖില.